അങ്ങനെ കാത്തിരുന്ന ബജറ്റ് അവതരണം കഴിഞ്ഞു. എന്നാൽ ഇതൊരു സാധാരണ ബജറ്റ് ചർച്ചയല്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ഒരു ചാണക്യ തന്ത്രത്തെ കുറിച്ചാണ്. 2026-27 വർഷത്തെ ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയത് ഇറാൻ എന്ന രാജ്യമാണ്. എന്താണ് ഇറാൻ ഞെട്ടാൻ കാരണം? അവിടെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെയും ഇന്ത്യയുടെയും നയതന്ത്ര വിജയം ഒളിഞ്ഞിരിക്കുന്നത്. വർഷങ്ങളായി ഇന്ത്യ പണം വാരിക്കോരി കൊടുത്തിരുന്ന പദ്ധതിയായിരുന്നു ഇറാന്റെ ചബഹാർ തുറമുഖം. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇറാനിലെ ഈ തുറമുഖം വികസിപ്പിക്കാൻ ഇന്ത്യ വലിയ താല്പര്യമെടുത്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പോലും 400 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത്. എന്നാൽ ഇത്തവണ ബജറ്റ് വന്നപ്പോൾ ഇറാൻ തലയിൽ കൈവച്ചു പോയി. കാരണം ആ പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ ആഗോള രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു. അമേരിക്കയുമായി വലിയ പ്രതിരോധ സാങ്കേതിക കരാറുകളിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ എവിടെയാണെന്ന് നോക്കിയാണ് സർക്കാർ കരുനീക്കം നടത്തുന്നത്. ഇറാനിലെ ചബഹാർ തുറമുഖ വികസനത്തിന് കഴിഞ്ഞ വർഷം 400 കോടി നൽകിയ സ്ഥാനത്ത് ഇത്തവണ പണം നൽകാതിരിക്കുമ്പോൾ അത് അമേരിക്കയോടുള്ള പേടിയല്ല, മറിച്ച് ഇന്ത്യയുടെ ദീർഘവീക്ഷണമാണ്. അമേരിക്കയുമായുള്ള ബന്ധം വഴി ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക സൈനിക നേട്ടങ്ങളെ മുൻനിർത്തിയാണ് ഇന്ത്യ ഇങ്ങനെയൊരു യു-ടേൺ എടുത്തിരിക്കുന്നത്. ട്രംപ് എന്ത് വിചാരിക്കും എന്നല്ല, മറിച്ച് ഇന്ത്യക്ക് എന്ത് ലാഭം കിട്ടുമെന്നാണ് മോദി സർക്കാർ നോക്കുന്നത്. സത്യത്തിൽ ഇന്ത്യ ചെയ്യുന്നത് ഒരു വലിയ പോരാട്ടം തന്നെയാണ്. ഇറാനെ തഴഞ്ഞ ഇന്ത്യ പക്ഷേ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ മറന്നിട്ടില്ല. ഭൂട്ടാൻ എന്ന രാജ്യത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്ന സഹായം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഏകദേശം 22 കോടി രൂപയാണ് ഭൂട്ടാന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ചൈന എപ്പോഴും ഭൂട്ടാനെ കൈക്കലാക്കാൻ നോക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ഭൂട്ടാനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഭാരതം. അതുപോലെ തന്നെ നേപ്പാളിന്റെ കാര്യമെടുത്താലും ഇന്ത്യ വലിയ മനസ്സ് കാണിച്ചു. ഇന്ത്യയുമായി ഇടയ്ക്ക് പിണങ്ങി നിന്ന നേപ്പാളിന് 800 കോടിയാണ് ഇന്ത്യ നൽകുന്നത്. പണം കൊടുത്തും വികസനം എത്തിച്ചും അയൽ രാജ്യങ്ങളെ കൂടെ നിർത്തുന്ന ഈ മോദി സ്റ്റൈൽ ശരിക്കും ലോക രാജ്യങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യത്തിലും ഇന്ത്യ ഒരു പണി കരുതി വെച്ചിരുന്നു. അവിടെ ഭരണം മാറിയതും ഇന്ത്യ വിരുദ്ധത തലപൊക്കിയതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 120 കോടി നൽകിയെടുത്ത ഇത്തവണ അത് പകുതിയായി കുറച്ച് വെറും 60 കോടി മാത്രമാണ് നൽകിയത്. കൃത്യമായ ഒരു സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ സഹായം നിങ്ങളുടെ വാതിൽക്കൽ എത്തുകയുള്ളൂ. അതുപോലെ മാലിദ്വീപിന് 550 കോടിയും ശ്രീലങ്കയ്ക്ക് 400 കോടിയും നൽകി ആ മേഖലയിലെല്ലാം ഇന്ത്യ തന്റെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയെ പുകഴ്ത്തുകയല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ഈ ബജറ്റ് കണക്കുകൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകാൻ മാത്രം കോടികളാണ് ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ലോകത്തിന് മുന്നിൽ കൈനീട്ടുമ്പോൾ ഇന്ത്യ തന്റെ അയൽക്കാരെയെല്ലാം സഹായിച്ച് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. ട്രംപ് എന്ന ശക്തിയെ കൂടെ നിർത്താനും ഇറാൻ പോലുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കാനും ചൈനയുടെ തന്ത്രങ്ങളെ തകർക്കാനും ഈ ബജറ്റ് ഇന്ത്യക്ക് വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണിത്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഭൂട്ടാനും നേപ്പാളിനും ഇത്രയധികം പണം നൽകുന്നത്? ചൈനയുടെ ഡെബിറ്റ് ട്രാപ്പ് അഥവാ കടക്കിണി നയത്തെ തകർക്കാനാണത്. ശ്രീലങ്കയെയും പാകിസ്ഥാനെയും ചൈന സഹായിച്ചത് പണം പലിശയ്ക്ക് നൽകിക്കൊണ്ടാണ്. അവസാനം ആ രാജ്യങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ തുറമുഖങ്ങളും മണ്ണും ചൈന പിടിച്ചെടുത്തു. എന്നാൽ ഭാരതം അങ്ങനെയല്ല. ഇന്ത്യ നൽകുന്നത് ഗ്രാന്റ് അഥവാ സഹായധനമാണ്. ഇത് തിരിച്ചു ചോദിക്കാനുള്ളതല്ല, മറിച്ച് ആ രാജ്യങ്ങളിൽ റോഡുകളും പാലങ്ങളും സ്കൂളുകളും പണിയാൻ വേണ്ടിയുള്ളതാണ്. ഭൂട്ടാന് 22 കോടി നൽകുമ്പോൾ അവിടെ ചൈനയുടെ സ്വാധീനം ഇല്ലാതാകുകയാണ്. അയൽക്കാരെ കടക്കിണിയിലാക്കി വിഴുങ്ങുന്ന ചൈനീസ് ഡ്രാഗന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അവരെ സ്നേഹം കൊണ്ട് സംരക്ഷിക്കുന്ന ഭാരതീയ രീതിയാണിത്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മാന്യത വർദ്ധിപ്പിക്കുകയാണ്. ഈ ബജറ്റിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നൽകിയ 225 കോടിയും മൗറീഷ്യസിന് നൽകിയ 550 കോടിയും. ഇന്ത്യ എന്തിനാണ് ഇത്രയും ദൂരെയുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നത്? അവിടെയാണ് ഇന്ത്യയുടെ ഗ്ലോബൽ സൗത്ത് നയം. ഐക്യരാഷ്ട്ര സഭയിലടക്കം ഇന്ത്യക്ക് സ്ഥിരം അംഗത്വം ലഭിക്കണമെങ്കിൽ ഈ രാജ്യങ്ങളുടെ പിന്തുണ അത്യാവശ്യമാണ്. ചൈന ആഫ്രിക്കയെ കൊള്ളയടിക്കുമ്പോൾ ഇന്ത്യ അവിടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും എത്തിക്കുകയാണ്. ഭാവിയിൽ ലോകത്തിന്റെ വിപണി ആഫ്രിക്കയായിരിക്കും.
അവിടെ ഇന്ന് ഇന്ത്യ നടത്തുന്ന ഈ നിക്ഷേപം നാളെ ഭാരതത്തെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറ്റും. ഇവിടെ നമ്മൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം. ഈ ബജറ്റ് കണക്കുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നരേന്ദ്രമോദി എന്ന ലോകം അംഗീകരിച്ച തന്ത്രജ്ഞന്റെ ബുദ്ധിയാണ്. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ തലപ്പൊക്കം എത്രത്തോളം ഉയർത്തിയ മറ്റൊരു കാലമില്ല. ഒരു കാലത്ത് അമേരിക്ക നമുക്ക് വിസ നിഷേധിച്ചിരുന്നെങ്കിൽ ഇന്ന് അതേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ തന്റെ ഉറ്റ സുഹൃത്തായി കാണുകയാണ്. ഇത് മോദി എന്ന വ്യക്തിയുടെ നയതന്ത്ര വിജയമാണ്. ട്രംപ് ഇഫക്റ്റിൽ ഇറാനെ പുകച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അത് അമേരിക്കയെ പേടിച്ചിട്ടല്ല, മറിച്ച് അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ നമ്മുടെ താല്പര്യങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള മോദിയുടെ കഴിവാണത്. ഇറാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ പകരമായി അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് കോടികളുടെ പ്രതിരോധ കരാറുകളും സാങ്കേതിക വിദ്യകളുമാണ്. ഒന്നിനെ ഉപേക്ഷിക്കുമ്പോൾ അതിലും വലിയൊന്നിനെ ഭാരതത്തിലേക്ക് എത്തിക്കുന്ന ഈ രീതിയാണ് മോദി മാജിക് എന്ന് വിളിക്കുന്നത്. ചൈനയുടെ ഡ്രാഗൺ അയൽ രാജ്യങ്ങളെ വിഴുങ്ങാൻ വരുമ്പോൾ ആ രാജ്യങ്ങളുടെ കാവൽക്കാരനായി മോദി മാറുകയാണ്. ഭൂട്ടാൻ രാജാവായാലും നേപ്പാൾ പ്രധാനമന്ത്രിയായാലും മോദിയെ കാണുമ്പോൾ നൽകുന്ന ആ ബഹുമാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇന്ത്യയുടെ കയ്യിലുള്ള പണം കണ്ടിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ നായകനായ മോദിയിലുള്ള അവരുടെ വിശ്വാസം കൊണ്ടാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് ഒറ്റപ്പെട്ട രാജ്യമല്ല, മറിച്ച് ലോകത്തെ നയിക്കുന്ന രാജ്യമാണ്. G20 ഉച്ചകോടിയിൽ കണ്ടതുപോലെ ലോകത്തെ വൻ ശക്തികളെ ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ കെൽപ്പുള്ള ഒരേ ഒരു നേതാവായി മോദി ഉയർന്നു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഓരോ ബജറ്റും എന്ന ലോകത്തിനുള്ള സന്ദേശമാണ്. ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞു മോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക്. ശത്രുക്കൾക്ക് താക്കീതായും സുഹൃത്തുക്കൾക്ക് തണലായും മോദി എന്ന പേരിന്ന് ലോക രാഷ്ട്രീയത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. പട്ടിണി മാറ്റാൻ പാകിസ്ഥാൻ കൈനീട്ടുമ്പോൾ ലോകത്തെ ഊട്ടാൻ ഭാരതത്തിന് കഴിയുന്നത് മോദിയുടെ ഉറച്ച തീരുമാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള ബന്ധം ശക്തമാക്കുന്നു, മറുവശത്ത് ചൈനയെ തടയാൻ അയൽ രാജ്യങ്ങളെ കൂടെ നിർത്തുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പിച്ചച്ചട്ടിയുമായി നടക്കുമ്പോൾ ഇന്ത്യ ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും സഹായം എത്തിക്കുന്ന വൻ ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇത് ആരെയും പേടിച്ചുള്ള കളിയല്ല, ഇത് ഭാരതം ലോകത്തെ നയിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ബജറ്റിലെ കണക്കുകൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ ഇന്ന് ആരുടെയും മുന്നിൽ തലകുലിക്കില്ല. ഇത് പുതിയ ഭാരതമാണ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ സഹായത്തിന് വേണ്ടി കൈനീട്ടിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽ നിൽക്കുമ്പോൾ, വൻ ശക്തികൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ, സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം മാത്രം നോക്കി ഉറച്ച തീരുമാനമെടുക്കാൻ ഇന്ന് ഇന്ത്യക്ക് കരുത്തുണ്ട്. ഇറാനെ തഴഞ്ഞതും അമേരിക്കയുമായുള്ള ബന്ധം ദൃഢമാക്കിയതും ഭൂട്ടാനും നേപ്പാളിനും വാരിക്കോരി നൽകിയതുമല്ല, കൃത്യമായ പ്ലാനിങ്ങോടെയാണ്. നമ്മുടെ അതിർത്തികളിൽ ചൈനീസ് ഡ്രാഗൺ കണ്ണുവെക്കുമ്പോൾ അയൽ രാജ്യങ്ങളെ പണം കൊണ്ടും വികസനം കൊണ്ടും ചേർത്ത് പിടിച്ച ആ ചതിക്കുഴികളെ തകർക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. ശത്രുക്കൾക്ക് കൃത്യമായ താക്കീത് നൽകാനും സ്നേഹിക്കുന്നവർക്ക് എന്നും തണലായി നിൽക്കാനും ഇന്ത്യക്ക് കഴിയുമെന്ന് ഈ ബജറ്റ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇത് വെറും ഒരു സാമ്പത്തിക പ്രഖ്യാപനമല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ തലപ്പൊക്കം ഉയർത്തുന്ന ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. ഇറാൻ ഞെട്ടട്ടെ, ശത്രുക്കൾ വിറയ്ക്കട്ടെ, കാരണം ലോകത്തിന്റെ നായക സ്ഥാനത്തേക്ക് ഭാരതം നടന്നു കയറുകയാണ്. ഇന്ത്യ ഇന്ന് വിശ്വഗുരുവാണ്, ലോക രാജ്യങ്ങളുടെ പ്രതീക്ഷ തന്നെയാണ്. ഈ നയതന്ത്ര നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.